സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാദവാർഷിക പരീക്ഷ 4ാം ക്ലാസ് താരീഖ്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ചോദ്യം വരുന്ന രൂപം കൃത്യമായി മനസ്സിലാക്കാം, നല്ല മാർക്കും നേടാം. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിച്ച് വിശദീകരിക്കാം. സാധാരണ വരുന്നത് പോലെ യോജിച്ചവ ചേർക്കാം എന്ന ചോദ്യം തന്നെയാണ് വന്നിട്ടുള്ളത്. 6 ചോദ്യങ്ങളുണ്ട്. ഉത്തരങ്ങൾ ഇടത് ഭാഗത്ത് കള്ളിയിലുണ്ട്. യോജിച്ചതിന് നേരെ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കുമ്പോൾ 1-2 തവണ വായിച്ചു നോക്കുക. ഉറപ്പുവരുത്തിയ ശേഷം മാത്രം എഴുതുക. ഒന്നാമത്തത് സൂറത്തുൽ മസദ്. മസദ് എന്ന സൂറത്ത് ഏതാണത്? തബ്ബത്ത് എന്നതാണ് യോജിച്ചത്. തബ്ബത്ത് യദാ അബീ ലഹബിൻ. അബൂലഹബിൻ്റെ കരങ്ങൾ നശിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പാടത്ത് പറഞ്ഞില്ലേ, അതാണത്. രണ്ടാമത്തത് ആമുൽ ഹുസ്ന്, ദുഃഖവർഷം. നബിതങ്ങൾക്ക് അത്രയും വിഷമവും പ്രയാസവും സങ്കടമായ ആ വർഷം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആമുൽ ഹുസ്നാണ്. എന്താ അത്? ദുഃഖവർഷമാണ്. ഇനി നജാഷി രാജാവ്, നമ്മളെ രാജാവ് ഉണ്ടല്ലോ, അയാളുടെ പേര്, ശരിക്കുള്ള പേര് നേഗസ് എന്നാണ്. നോക്കി വെക്കുക കേട്ടോ. ഇനി 4ാമത്തത് നബിയുടെ രക്ഷകർത്താവ് ആരായിരുന്നു? ഉപ്പ മരിച്ചില്ലേ പാവം. പിന്നെ നബിയുടെ രക്ഷിതാവായിട്ട് ആരുണ്ടായിരുന്നത്? അബൂ തോലിബാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. മറക്കരുത് കേട്ടോ. ഉപ്പാൻ്റെ പേര് മാത്രം പഠിച്ചാൽ പോരാ, നബിയുടെ രക്ഷിതാവായി നബിക്ക് സഹായം ചെയ്തു കൊടുത്ത ആളെ പേരും പഠിക്കണ്ടേ? അബൂ തോലിബ്, മറക്കരുത്. ഇനി കിഴക്കൻ ആഫ്രിക്കയിലാണ്. ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അത് കിഴക്കൻ ആഫ്രിക്കയിലാണ്. എന്ത്? എത്യോപ്യ, മറക്കരുതേ. 6ാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ പ്രബോധനം 3 വർഷമാണ്. അപ്പോൾ 3 വർഷം നബി സ്വകാര്യമായിട്ട് ഇങ്ങനെ ഓരോരുത്തരോട് പറയും, ഇങ്ങനെ ഒരു മതമുണ്ട്, ഇസ്ലാം മതം എന്നൊക്കെ പറഞ്ഞ് സ്വകാര്യ രൂപത്തിൽ രഹസ്യമായി 3 വർഷം ഓരോരുത്തരെ വിളിച്ച് പറഞ്ഞു. മറക്കരുത്, 3 വർഷം. ഇനി 2ാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, പൂർത്തിയാക്കാം എന്ന ചോദ്യം. ഉറപ്പായും നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. വന്നു കഴിഞ്ഞാൽ എഴുതാൻ വേഗത്തിൽ കഴിയണമെങ്കിൽ പാഠഭാഗം നന്നായി വായിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇവിടെ അന്തിർ അഷീറത്തക്കൽ അക്രബീന, നബിയെ നിങ്ങളുടെ അടുത്ത കുടുംബക്കാരെ ആദ്യം ഈ വിവരങ്ങളൊക്കെ അറിയിക്കുക, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുറൈശ് സമൂഹമേ, നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. 3, നജാഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം സ്വഹാബികളിൽ പെടുന്നില്ല. നബിയെ നേരിൽ കണ്ടാൽ മാത്രമല്ലേ സ്വഹാബിയാവുള്ളൂ. നജാഷി നേരിൽ കാണാത്തതുകൊണ്ട് അദ്ദേഹം സ്വഹാബി ആവുന്നില്ല, പക്ഷെ നല്ല മനുഷ്യനാണ്. 4ാമത്തത് അബൂ തോലിബിൻ്റെ മരണത്തിൻ്റെ 3ാം നാൾ ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായി. അപ്പോൾ അബൂ തോലിബ് മരിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നബിയുടെ ഭാര്യയായ ഖദീജയും വഫാത്തായി റളിയല്ലാഹു അൻഹ. ഇനി 3ാമത്തത് കള്ളികൾ പൂർത്തിയാക്കാം. ആദ്യമായി ഇസ്ലാം വിശ്വസിച്ചവർ, അതാണ് ചോദ്യങ്ങളിലുണ്ടാവുക. കള്ളികളിൽ നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കണം. 1ാമത്തത് പുരുഷന്മാരിൽ നിന്ന് ആരാണ്? പുരുഷന്മാരിൽ നിന്ന് അബൂബക്കർ ബിനു അബി കുഹാഫ. അബൂബക്കർ സിദ്ദീഖ് എന്ന് എഴുതിയാലും മതി, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് എഴുതിയാലും മതി. 2ാമത്തത് കുട്ടികളിൽ നിന്ന് ആരാണ്? അലിയുബിനു അബി തോലിബ്, മറക്കരുതേ. 3, അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ ആദ്യം ആരാണ്? സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. ഇനി സ്ത്രീകളിൽ നിന്ന്, പെണ്ണുങ്ങളിൽ നിന്ന് ആരാണ്? ഖദീജ ബിൻത്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയാണ് സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഒരു തവണ കേട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ മറ്റൊരു തവണ കൂടെ കേട്ട് പഠിച്ചു വെക്കുക. അടുത്തത് ഉത്തരം എഴുതാമെന്ന 4ാമത്തെ ചോദ്യം. വായിക്കുന്നതിന് മുമ്പ് നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് കൂടെ കൂടുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലാഹി ആമീനോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. 1ാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് എവിടെ വെച്ചാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നബി ആദ്യത്തെ 3 വർഷം ഇങ്ങനെ ആളുകളൊക്കെ രഹസ്യമായിട്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കായിരുന്നു. അപ്പോൾ അത് കൂടുതലായിട്ട് രഹസ്യ പ്രബോധനവും മറ്റു ആരാധനകളൊക്കെ നടത്തിയിരുന്നത് ദാറുൽ അർക്കമിൽ വെച്ചാണ്. മറക്കരുതേ, ദാറുൽ അർക്കം. രണ്ടാമത്തത് തബ്ബല്ലക്ക അലി ഹാദാ ജമഅത്തന, നാശം, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഇത് ആരോട് പറഞ്ഞതാണ്? ഇത് അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്. നബി തങ്ങൾ കുടുംബക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഒരു കുടുംബ മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിങ്ങിൽ അബൂ ലഹബ് പറഞ്ഞതാണ്. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശ് ഗോത്രക്കാരെ വിളിച്ചു. അവരിൽ ആരെല്ലാം വന്നു? അതാണ് ഞാൻ പറഞ്ഞ കുടുംബ മീറ്റിംഗ് വിളിച്ചപ്പോൾ അവരെല്ലാവരും വിളി കേട്ട് വന്നു. കാരണം നബി അപ്പോൾ സത്യസന്ധനായിരുന്നു, അൽ അമീനായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കാര്യം അവർക്കങ്ങ് ഏറ്റില്ല. അപ്പോൾ അവരാകെ കോലം മാറി. അതുകൊണ്ടാണ് അബൂ ലഹബൊക്കെ ഇങ്ങനെ പെരുമാറിയത്. അതിനു മുമ്പ് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾ തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തത് എത്യോപ്യയിൽ എത്തിയ മുസ്ലിമീങ്ങളെ നജാഷി രാജാവ് എന്തു ചെയ്തു? സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു. എത്യോപ്യയിലെ നല്ല നജാഷി രാജാവ് അവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു. ഇനി അഞ്ചാമത്തത് എണ്ണം എഴുതാം എന്നതാണ്. ഏതിൻ്റെ എണ്ണം എഴുതേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ, സ്വഹാബികളിൽ ആദ്യം എത്യോപ്യയിലേക്ക് പോയത് എത്ര ആളുണ്ട്? 10 പുരുഷന്മാരും 4 സ്ത്രീകളും, 14 ആൾക്കാരല്ലേ? 10 4 14 അല്ലേ? ഇനി എത്യോപ്യയിലേക്ക് രണ്ടാമത് യാത്ര പോയത് എത്ര ആളാണ്? 83 പുരുഷന്മാരായി. എത്ര? 83 പുരുഷന്മാരും 18 സ്ത്രീകളുമാണ് യാത്ര പോയത്. പ്രത്യേകം ശ്രദ്ധിക്കുക. 83 18 101 ആളുകളായപ്പോൾ. ഇനി അതിൻ്റെ താഴെ വരുന്നത് തെറ്റ് ശരിയാക്കി എഴുതുക എന്ന ചോദ്യമാണ്. നജാഷി ഹിജറ 10-ാം വർഷം വഫാത്തായി, ശരിയാണോ? അല്ല, ഹിജറ 9-ാം വർഷം വഫാത്തായി, അതാണ് ശരി. രണ്ടാമത്തത് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മു ഹബീബ എന്ന റംലയെ വിവാഹം ചെയ്തു. തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഹബീബ എന്ന റംലയെ വിവാഹം ചെയ്തു. ഇനി മൂന്നാമത്തത് പിതാവിൻ്റെയും പത്നിയുടെയും ദേഹവിയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ വേദനിപ്പിച്ചു. അങ്ങനെയാണോ? അല്ല, പിതൃവ്യനാണ്. അപ്പം മരിച്ചത് പിതാവ് നേരത്തെ മരിച്ചിട്ടുണ്ടല്ലോ, നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ പിതാവിൻ്റെ ദേഹവിയോഗം പിന്നെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, നബി ഇല്ലാത്ത സമയമല്ല. അപ്പോൾ ഇവിടെ പിതൃവ്യൻ്റെയും പത്നിയുടെയും, പത്നി എന്ന് പറഞ്ഞാൽ ഭാര്യയുടെയും വിയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ വേദനിപ്പിച്ചു. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. 5 പാഠങ്ങളാണ് താരീഖിൽ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. നന്നായി പഠിക്കുക. ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നോട്ട് ചെയ്യുക. പലപ്പോഴും പൂരിപ്പിക്കാൻ ചോദിക്കാറുണ്ട്. പാഠം വായിക്കുകയല്ലാതെ ഒരു രക്ഷയുമില്ല. എല്ലാവർക്കും നല്ല രൂപത്തിലുള്ള മാർക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വരണം. നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ഉണ്ടാവണം. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. ലൈക്ക് കൊടുക്കാൻ മറന്നവർ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ അൽഹംദുലില്ലയോ ആമീനോ താങ്ക്സോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. എല്ലാവർക്കും മുഴുവൻ മാർക്കും നേടിയുള്ള വിഷയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.